അഫർമേഷൻസ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ടേം സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അഫർമേഷൻസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളോട് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് അഫർമേഷൻസ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ഒരു ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ലക്ഷ്യം ഓൾറെഡി നേടിക്കഴിഞ്ഞ ഫീലിങ്ങോടുകൂടി പോസിറ്റീവ് സെൻറ്റൻസ് ആക്കിയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻറ്റൻസസ് ആണ് അഫർമേഷൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അഫർമേഷൻ പറയുമ്പോൾ അതെപ്പോഴും പോസിറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യണം. പിന്നെ സിമ്പിൾ ആയിരിക്കണം, പിന്നെ സ്പെസിഫിക് ആയിരിക്കണം. എന്താണ് വേണ്ടതെന്ന് കൃത്യമായ ധാരണ വേണം. പിന്നെ എപ്പോഴും പ്രസൻറ്റ് ടെൻസിൽ വേണം പറയാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മളത് നേടിക്കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എനിക്ക് ഇന്ന കമ്പനിയിൽ ഇന്ന ജോലി ലഭിച്ചതിന് നന്ദി എന്ന് പറയാം. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദുബായിൽ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ ജോലി നോക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരു സ്പെസിഫിക് കമ്പനി ഉണ്ടെങ്കിൽ അങ്ങനെ ഏതാണ് കമ്പനി എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ദുബായിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രൊക്യൂർമെൻറ്റ് മാനേജറായി എനിക്ക് ജോലി ലഭിച്ചതിന് നന്ദി എന്ന് പറയാം. നമ്മൾ ആ ഒരു പ്രൊക്യൂർമെൻറ്റിൽ മാനേജർ പോസ്റ്റിലേക്കാണ് ജോലി നോക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ നമുക്ക് ഓരോന്നും ഇപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി നമുക്കിങ്ങനെ പറയാം, എൻ്റെ പരിപൂർണ ആരോഗ്യത്തിന് നന്ദി എന്ന് പറയാം. നമുക്ക് റിലേഷൻഷിപ്സിന് വേണ്ടി എൻ്റെ എല്ലാ ബന്ധങ്ങൾക്കും നന്ദി, ഓൾ മൈ റിലേഷൻഷിപ്സ് ആർ പെർഫെക്റ്റ് എന്ന് പറയാം. നമ്മൾ ആരാഗ്രഹിക്കാത്ത വീട്ടിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കാൻ നമുക്കിങ്ങനെ പറയാം, എൻ്റെ വീട്ടിൽ സന്തോഷം അനുനിമിഷം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് പറയാം. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അപ്പം നമുക്ക് ഐ ആം ഹാപ്പി ഓൾവേസ്. ഞാൻ എൻ്റെ ഫേവറേറ്റ് അഫർമേഷനാണ് ഈ ഒരു അഫർമേഷൻ. സ്ഥിരമായിട്ട് വീട്ടിൽ പറയുന്ന അഫർമേഷനാണ് ഇത്. ഐ ആം ഹാപ്പി ഓൾവേസ്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ നമുക്ക് ആർക്കാ ഇഷ്ടം പോലെ പണം വന്നാൽ ആർക്കാ ഇഷ്ടമല്ലാത്തത്? നമുക്കിങ്ങനെ പറയാം, ഐ ആം എ പവർഫുൾ മണി മാഗ്നറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ ലവ് മണി. പിന്നെ പണം സമ്പാദിക്കാനുള്ള വിവിധ മാർഗങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. പിന്നെ നെക്സ്റ്റ് പറയാം, പണം നിരന്തരം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെ നമുക്ക് ഏതൊരു മേഖലയിലാണോ, എങ്ങനെ പണം അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഇങ്ങനെ ഏതൊരു മേഖലയിലാണ് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം നേടേണ്ട, ഒരു ആഗ്രഹം സാധിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ഇത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും ബെസ്റ്റ് രാവിലെ എണീച്ച ഉടൻ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഈ അഫർമേഷൻസ് കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. 1-2 ദിവസം പറഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ലേ എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച്.